அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ எ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ IAG റവല്യൂഷൻ കപ്പ് ഉണ്ടല്ലോ. സോ അതിൻ്റെ റൗണ്ട് ഓഫ് 32ൻ്റെ മത്സരമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ലാസ്റ്റ് ഇറക്കിയ വീഡിയോ റൗണ്ട് ഓഫ് 64ൻ്റെ ആയിരുന്നു. സോ അതിൽ നമ്മൾ വലിയൊരു ഹ്യൂമിലേഷനാണ് നേരിട്ടത്. 5-0 ഗൈസ് ആ കളി തോറ്റത്. നമ്മുടെ നാഗേഷ് ബ്രോടൊപ്പം ആയിരുന്ന കളി കേട്ടോ. അപ്പോൾ എന്തായാലും ആ കളി പിന്നെ സെക്കൻഡ് ലെഗ് ആയിരുന്നു. നമ്മുടെ ടീം ഓൾറെഡി ക്വാളിഫൈ ആയിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, രക്ഷപ്പെട്ടു. ഒരു ടീമിൽ 6 പേരെ കളിക്കുക, ഓൾറെഡി ക്വാളിഫൈ ആയി. അപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് അത്രയ്ക്ക് നാണംകെട്ട തോൽവി ജയിച്ചു വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് റൗണ്ട് ഓഫ് 32 ആണ്. അപ്പോൾ നമ്മുടെ ടീം നമ്മളെ വിശ്വസിച്ചിട്ട് ഇന്ന് നമ്മൾക്ക് കളി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഒസോറ തണ്ടേഴ്സ് പറഞ്ഞ ടീമായിട്ടാണ്. മലയാളികളെ തന്നെ തോന്നുന്നുണ്ട്. മലയാളിയാണ് നമ്മളെ ഓപ്പോണ്ടേ വന്നിരിക്കുന്നത്, അർജുൻ എന്നാണ്ട് പേര്. അപ്പോൾ എന്തായാലും മൂപ്പര് ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എന്താവുമെന്ന്. അതിന് നമുക്ക് അർജുൻ്റെ സ്റ്റാറ്റ്സ് ആയിരുന്നു നോക്കി നോക്കാം. റാങ്കിങ് 14,000 കേട്ടോ റാങ്കിങ്. സോ സെറ്റ് തന്നെയാണ്, അത്യാവശ്യം നല്ല പ്ലെയറാണ്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം. പിന്നെ എന്തായാലും നല്ല രീതിയിൽ കളിക്കണം. കാരണം കഴിഞ്ഞ കളിയത്തെ ഹ്യൂമിലേഷൻ ഒന്നും പറയണ്ട. നാഗേഷ് അടിച്ചു തന്നു, കമൻറ്റൊക്കെ കുറേ വായിച്ച്. എന്തൊക്കെ സംഭവം ശരിയാണ്, കുറേ എൻ്റെ തന്ന മിസ്റ്റേക്കുകളുണ്ട് അതിൽ. പിന്നെ അതെന്താ വെച്ചാൽ അന്നൊരു ഉച്ചയ്ക്കാണ് അവൻ കളിക്കാൻ വിളിച്ചത്. അപ്പോൾ ആ നേരത്ത് അവിടെ കയറി കളിച്ച് ഒന്നും നോക്കിയില്ല. പിന്നെ രാത്രി ആകുമ്പോൾ വരുന്ന IPL ആണ്, അതിൻ്റെ ഇടയ്ക്ക് കളിക്ക് ഇതൊക്കെ സെറ്റായിരിക്കും. ഓക്കെ, പണി വാളും. ഓക്കെ, എന്തായാലും ഓൻ വന്നിട്ടുണ്ട് കേട്ടോ. സോ സ്കോഡ് നെഡ്വേഡ് ഫോം കേട്ടോ. ക്രോയിഫ് ഫോമാണ് കേട്ടോ. ക്രോയിഫ് ഫോമാണ്. നമുക്കതായത് ക്രോയിഫിനെ ഇറക്കാം. ക്രോയിഫ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഇറക്കാറില്ല, എന്തായാലും ഇപ്രാവശ്യം ഇറക്കാം. ഒപ്പോൾ എംബാപ്പെ, സുര, സ്നൈഡർ, മെസ്സി, ഗട്ടൂസോ, ബുസ്കറ്റ്സ്. സെറ്റാണ്. 3CB വിത്ത്. നമ്മുടെ കയ്യിൽ ഇനി ആരും മാറ്റണ്ട, അതന്നെ മതി. ബെയിലൊക്കെ സെക്കൻഡ് ഹാഫ് വരട്ടെ. സെറ്റ് തന്നെയാണ്. നമുക്കെന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇന്നെന്തായാലും ഒരു വിന്നിനെക്കാട്ടി കുറേതൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. ജയിക്കും തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് നന്നായി കളിക്കുക, അതാണ് മെയിനായിട്ട് പറയാള്. എന്താവുന്നാവോ, അല്ലെങ്കിൽ പിന്നെ ഇന്നും കമൻറ്റ് ബോക്സിൽ പൊങ്കാലയായിരിക്കും എനിക്ക്. കഴിഞ്ഞ ആഴ്ചത്തെ പൊങ്കാലയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ആഴ്ച. എന്തായാലും നോക്കാം ഗൈസ്. സോ ടീമുകൾ അണിനിരക്കുന്നുണ്ട്. മൊട്ടപന്തുമായി ഗ്രൗണ്ടിൽ ഇറങ്ങി. മെസ്സിയുടെയും എമാലിൻ്റെ ഒക്കെ ടിഫുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. നോക്കാം. ഹെയർ സ്റ്റൈൽ കൊള്ളാണല്ലോ. സൗണ്ട് കുറച്ച് കൂടുതല, കുറച്ചൊക്കെ മതി. ഓക്കെ, ബുസ്കറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഗട്ടൂസോ. പുസ്തനാണോ? ബെർഗോമിറ്റ് ഗട്ടൂസോ ആൻഡ് ഇറ്റ്സ് സ്നൈഡർ. ബുസ്കറ്റ്സ് ആണ്. ബുസ്കറ്റ്സ്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് വിയേര ആൻഡ് പാസ് ടു മെസ്സി. ഓക്കെ, മെസ്സി ടേൺ എടുക്കാം. അവൻ നമ്മുടെ കളി തന്നെ റീഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവൻ നമ്മുടെ സബ്സ്ക്രൈബ്, ഞാൻ പറയാൻ മറന്ന്. തൂബോളിച്ച് എംബാപ്പെ ഉണ്ടോ. എംബാപ്പെ ലിറ്റ്സ് ടേൺ എടുത്ത് അടിക്കാൻ നോക്കും. ഓക്കെ, സെല്ലിബ് എടുത്തിട്ടുണ്ട്, ഭാഗ്യം. ആൻഡ് ഇറ്റ്സ് മെസ്സി ടേൺ എടുക്കാൻ. നൈസ് വൺ. നമുക്ക് എന്തായാലും പിർലോക്ക് വെക്കാം. പിർലോ. ഓക്കെ, ക്രോയിഫും ഉണ്ട്. ക്രോയിഫിന് ത്രൂ വയ്ക്കാം. ഓക്കെ, ക്രോയിഫാണ്. ടേൺ എടുക്കാം. ഡബിൾ ടച്ച് ഇട്ട് അടിക്കാൻ നോക്കാം. പാസോ. ഓക്കെ, ഡബിൾ ടച്ച് ബുമ്മൻ ക്രോയിഫിനോട് അടിക്കാൻ നോക്കിയത്. അത് പാസ് ചെയ്യാൻ എട്ടോയ്ക്ക് എങ്ങനെയോ പോയിക്കിടും. അവിടെ നിന്ന് അടി കണ്ടിന്യൂഷൻ പദ്ധതി. നല്ലൊരു ചാൻസ്. മെസ്സിയാണ് ബ്ലിറ്റ്സ് കയറിയായിരുന്നു. കുഴപ്പമില്ല കൈസ്. എന്തായാലും ആദ്യത്തെ അച്ചംച്ചൻ്റെ മൂഞ്ചിയുണ്ട്. ഹെഡി ക്ലിയർ ചെയ്തില്ല. സ്നൈഡർ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. പിർലോ ആൻഡ് മെസ്സിയാണ് ഗൈസ്. ത്രൂ ബോളിച്ച് എറ്റോ. ഓക്കെ, എറ്റോ ഫേക്ക് ഇട്ട് കയറാം. ഓക്കെ, എറ്റോ ടേൺ എടുക്കാം. ഓക്കെ, ക്രോസ് ഇടാം. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോക്ക് എത്തിയില്ല. പിർലോ പാസ് വന്നേ. ഓക്കെ, വിയേര ആൻഡ് ഇറ്റ്സ് ബാങ്കോസ്. ഓക്കെ, ക്രോയിഫാണ്. ഓക്കെ, ഡബിൾ ടച്ചിട്ട് അടിക്കാം. ഓക്കെ, ക്രോയിഫ് ജസ്റ്റ് മിസ്സിന് മുകളിൽ കൂടെ ഡബിൾ ടച്ച് ആൻഡ് ബൂം കിടില ഷോട്ടായിരുന്നറാ. നല്ലൊരു ട്രൈ ആയിരുന്നു ക്രോയിഫിൻ്റെ. ഫസ്റ്റ് ടൈമിന് എങ്ങനെ ഒരു ഷോട്ട് അടിക്കാൻ നോക്കിയത്. അത് പക്ഷേ എന്തോ ടച്ച് ആൻഡ് ഫ്ലിക്കിൻ്റെ പ്രശ്നം അതാ. ഇവിടെ വിചാരിക്കണോടത്തേക്ക് സാധനം പോയില്ല. സിദോർഫാണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് നെസ്റ്റ. എടുക്ക് ടാക്കിൾ ചെയ്തേ. ഓക്കെ, നൈസ് ടാക്കിൾ. ഓക്കെ, റൊണാൾഡോ ടേൺ എടുക്കാം.
ആൻഡ് ഇറ്റ്സ് ബാങ്കോസ്. ഓക്കെ പാസ് വയ്ക്കാം. ആൻഡ് എട്ടോ പാസ് ടു റൊണാൾഡോ. ടേൺ എടുക്കാം. ഓക്കെ ഇറ്റ്സ് ക്രോയിഫാണ്. ത്രൂ വയ്ക്കാം. ഓക്കെ റൊണാൾഡോ അടിപ്പിച്ച് വെക്കാം. റൊണാൾഡോ എടാ ആംഗിൾ മാറ്റാൻ പറ്റിയില്ലടാ ശരിക്ക്. സോ ഗൈസ് നല്ലൊരു ട്രൈ ആയിരുന്നു. കിടിലൻ ത്രൂ ബോൾ ആയിരുന്നു. ക്രോയിഫിന് എന്തായാലും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ കോർണർ ഫിർലോനെ എടുക്കാം. നമുക്ക് എന്തായാലും സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. 6 അടിക്ക് ആളെ കൊണ്ടുവന്നിട്ട് കേട്ടോ. എടാ ഗോൾ ലൈനിൽ ആളുണ്ടായിരുന്ന ഒരു ഗോളായിരുന്നത്. ഓക്കെ മാൾഡീനി പാസ് ടു ബാങ്കോസ് ആൻഡ് ഇറ്റ്സ് ഫിർലോ. പാസ് ടു റൊണാൾഡോ. ടേൺ എടുക്കാം. ഒന്നുകൂടി ടേൺ എടുക്കാം. ഡബിൾ ടച്ച് ഇടാം. ബ്ലോക്ക് ഒന്നും വേണ്ടേ. ആൻഡ് ഇറ്റ്സ് സിദോർ. സ്നൈഡറാണ്. ആൻഡ് എംബാപ്പെ ടു മെസ്സി. എടാ എംബാപ്പെ റൺ എടുക്കണ്ട്. എടാ എംബാപ്പെ എൻ്റെ അളിയ എംബാപ്പയാണ്. എടാ ഭാഗ്യണ്ട്. എടാ മുറ്റ ബഫൺ ഒടുക്കത്തെ പെർഫോമൻസ് ആട്ടോ. ഒരു രക്ഷയില്ല. ലൈവ് കാണുന്നവർക്കറിയാം എജാതി പെർഫോമൻസ് ബഫൺ തരുന്നി. ഇവിടെയും റഷ്യറായി പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ബഫണും ഭാഗ്യം ഉണ്ടാ. ഓക്കെ എംബാപ്പെ കേട്ടോ കോർണർ എടുക്കണവൻ്റെ. എംബാപ്പേനോട്ട് എടുപ്പിക്കുന്ന ആൾക്കുണ്ടോ അത്യാവശ്യം. ക്ലിയർ. എടാ വീണ്ടും പോസ്റ്റ് ഭാഗ്യം ഉണ്ട് കേട്ടോ. വസന്നെ റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് എട്ടോ. ത്രൂ ബോൾ ടു ക്രോയിഫ്. എടാ വീണ്ടും മിസ്. ബുസ്കറ്റ്സ് ആണ് ഗൈസ്. പാസ് ടു മെസ്സി ആണ്. മെസ്സി ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വിയേര പാസ് ടു ഫുള്ളോ. എടാ ഫുള്ള് മിസ് പാസ് വരുന്നുണ്ടാ. ഓക്കെ സുരയാണ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. മാൾഡീനി. ഓക്കെ ക്രോയിഫാണ്. ടേൺ എടുക്കാം. ലോഫ്റ്റർ കളിക്കാം നമുക്ക്. മെസ്സി അത് അവിടെയും മിസ് പാസ്. എടുക്ക് ഫിർലോ. സ്നൈഡറാണ് കേട്ടോ. എടാ ഈ എംബാപ്പെ റണ്ണ് പോണക്ക് സീനാണ് എംബാപ്പെ. മാൾസറേട്ടാണ് ഏതാ സാധനം. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വിയേര ത്രൂ ബോൾ ടു ക്രോയിഫ്. അവിടെയും ബാങ്കോസ്റ്റേ ഷോ കൊടുത്തില്ല. ഓക്കെ മാൾഡീൻ എടുത്തത്. ടേൺ എടുക്ക്. ഓക്കെ നൈസ്. ഓക്കെ ജിവാൻ ടു ക്രോയിഫ്. പാസ് ടു പിർലോ. എടാ ഈ മാച്ചപ്പ് നിർത്തലാക്കണം കേട്ടോ. എന്തൊരു പ്രശ്നം അത്. ഓക്കെ സുവാരസ് ആണ്. ആൻഡ് ഇറ്റ്സ് എടാ അയ്യോ സുവാരസ് മെസ്സി. സേവ് ഇട്ടുട്ടേക്കൻ. വഴങ്ങിയടാ. വീണ്ടും ഗോൾ വഴങ്ങിയടാ. ആദ്യം നിങ്ങൾക്ക് ഒരു കിടില സേവ് ഇട്ടടാ ബഫൺ. അടിക്കണം ഞാൻ ശരിയാവില്ല. ഓക്കെ 8 കേട്ടോ. സോ പാസ് കൊടുക്കാം. ഓക്കെ ഫസ്റ്റ് ഹാഫ് തന്നെ 1-0 ഡൗൺ ആണ്. അപ്പോൾ നല്ല രീതിയിൽ അച്ചാക്കി കളിച്ച 5 ഷോട്ട് 3 ടാർഗറ്റ്. നമ്മൾ 3 ഷോട്ട് 1 ടാർഗറ്റ് 3 സേവ് ഉണ്ട് ബഫൻ്റെ. സോ എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം ഗൈസ്. സെക്കൻഡ് ഹാഫ് തിരിച്ചു വന്നേ പറ്റൂ. എടോ ഭയങ്കര ഡൗൺ ആയിട്ടാണല്ലോ കളിക്കുന്നത്. എന്താ സെക്കൻഡ് ഹാഫ് നമുക്ക് തിരിച്ച് പിടിക്കണം അല്ലേ ശരിയാവില്ല. തിരിച്ചടിച്ചേ വെച്ചു. ഓക്കെ നമ്മുടെ 8 ആണ്. ആൻഡ് ഇറ്റ്സ് വിയേര. ലോഫ്റ്റ് അടിച്ച് റൊണാൾഡോ പാസ് വെച്ചേ. ഓക്കെ എട്ടോ ആൻഡ് ഫിർലോ ത്രൂ വയ്ക്കാം. ഓക്കെ എടാ ബ്ലോക്ക് ഇട്രാശേ. നല്ലൊരു ഷോട്ടായിരുന്നു എട്ടോൻ്റെ. എന്തായാലും കോർണറാണ് ഗൈസ്. കോർണർ നമുക്ക് കൺവേർട്ട് ആക്കാൻ നോക്കാം. മെസ്സി 6 അടിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. സെൻട്രിക്കിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും സേവോ എഡിതോ. ഓക്കെ മാൾഡീനി പാസ് ടു ക്രോയിഫ്. അഗെയിൻ മിസ് പാസ്. മെസ്സിയാണ് ഗൈസ് അവൻ്റെ. ടാക്കിൾ ചെയ്യാം. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ജിവാൻ. ആൻഡ് ഇറ്റ്സ് മാൾഡീനി. പാസ് ടു ക്രോയിഫ് ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ഓക്കെ ഭാഗ്യമുണ്ട്. ബാങ്കോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഒരു ക്രോസ് വയ്ക്കാം. വാൻഡൈക്ക് ലോഫ്റ്റഡ് ആണ് ഇവിടെ എടുത്ത വിയർ അത്. ഓക്കെ നൈസ് സ്ട്രൈക്ക്. റൊണാൾഡോ ത്രൂ വയ്ക്കാം. ഓക്കെ ബുസ്കറ്റ്സ് എടുത്തപ്പോഴേക്കും അഗെയിൻ മെസ്സിയാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് ഗട്ടൂസോ ടു മെസ്സിയിലേക്കാണ്. ഒരു ടാക്കിൾ ഇടാം. പക്ഷേ പോയില്ല. ഓക്കെ സുവാരസ് ആണ് അവൻ്റെ. വീണ്ടും അവിടെ ബഫൺ രക്ഷകനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. ബഫൺ നല്ല പെർഫോമൻസ് വരുന്നുണ്ട് കൈസ്. ഒരു രക്ഷയില്ല. ബഫൺ രക്ഷിക്കുന്നുണ്ട് നമ്മളെ കുറേ ഇൻസിഡൻറ്റിൽ നിന്ന്. ഓക്കെ അവൻ പോസ് ചെയ്തിരിക്കുന്നു. നമുക്ക് സബ്ബർക്കാം. പെർഫോമൻസ് വരുന്നില്ലടാ. വെയിൽ വരട്ടെ. നമുക്ക് ഷെവേനെ ഇറക്കിയാലോ. ഷെവ വരട്ടെ കൈസ്. 8 വരട്ടെ. MF ഡെക്ക് വരട്ടെ. നെഡ്വേർഡ് വരട്ടെ. ഓക്കെ മതി. സോ നോക്കി നോക്കാം. പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആട്ടോ. നമ്മുടെ ഗോൾ സ്കോറിങ് വരുന്നില്ല. സ്നൈഡറാണ് കോർണർ കേട്ടോ. എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത് നേരത്തെ തന്നെ പോസ്റ്റും പഠിച്ച പോയത് ഭാഗ്യത്തിന് അവൻ്റെ കോർണർ. ഓക്കെ ഭാഗ്യമുണ്ട്. ആരെയും മേത്ത് കൊള്ളാണ്ട് പോയി. രക്ഷപ്പെട്ടാ. അല്ലെങ്കിൽ അത് ഗോള് കയറരുത്.
ബേഹോസ് വിയേറ ആൻഡ് ഇറ്റ്സ് മാൾഡീനി പാസ് വെച്ചേ. ഓക്കെ പെലെ ബാൻ പോണ്ട് അവിടെ. ഓക്കെ ജിവാൻ ടു പെലെ ആൻഡ് ഇറ്റ്സ് ഷെവ. ടേൺ എടുക്കാം. ഓക്കെ ത്രൂ വയ്ക്കാം. ബെയിൽ കൊണ്ട്. ഓക്കെ ബെയിൽ അടിപ്പിച്ചു നോക്കാം. ബെയിൽ എടാ ഡയറക്റ്റ് ഗോൾ കീപ്പർ സേവ് ഇട്ടാ. സ്റ്റണ്ണിങ് എന്തെങ്കിലും കീറില്ല എങ്ങനെ സേവ് ഇടും അത്. ഈ ആംഗിൾ ഇറച്ചായിരുന്നു അത് ഇവിടെ. ഓക്കെ എന്തായാലും 6 സൈഡ് ആൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ നൈസൊരു ഡിപ്പ് വരും പ്രതീക്ഷിക്കാം. ഓക്കെ സലീബ എടാ വീണ്ടും എടാ പെലെ എടുത്ത പെലെ. ഭാഗ്യമുണ്ട് വീണ്ടും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് ഭായ്. ഓൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാ. ഓക്കെ അവൻ പോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനാ പോസ് ചെയ്ത് എന്തിനാ ബാക്ക് അടിക്കാം. എന്തിനാ പോസ് ചെയ്ത് അവൻ്റെ എന്തൊരു മിസ്റ്റേക്കിൽ കോർണർ കിട്ടിക്കണം. കോർണർ കൺവേർട്ട് ചെയ്യണം നമുക്ക് എങ്ങനെയൊക്കെ. പിന്നെ എഡ്വേർഡാണ് നമുക്ക് എന്തായാലും സെറ്റ് പി 6 അടി കൊണ്ടുവരാൻ ആളെ. ഓക്കെ അവിടേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. സെലിബ എടാ ഇത് എങ്ങോട്ടാ പോകുന്നത് കോർണർ. ഡെക്കോ അടി ചെയ്തോ. ഓക്കെ പെലെ ആൻഡ് ഇറ്റ് ബാങ്കോസ്. ഓക്കെ അടിപ്പിച്ച് നോക്കാം. ബാങ്കോസ് എടാ കുറേ ബ്ലോക്ക് ഉണ്ട് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. ഉള്ളി കയറണില്ലടാ. വെക്കൻ ബോറായാലോ കെപ്പലോ ഞാൻ എന്ത് ചെയ്യാനാണ്. അടിക്കുന്നുണ്ട് കയറണ്ട നിങ്ങൾ കയറ്റിക്കത്. നെഡ്വേഡോ നമുക്ക് സെറ്റ് പീസ് ജിവാൻ എടുക്കാം. ബ്രോൺ ഹോസ്റ്റ് എന്തോ എൻ്റെ പേര് എവിടെ അവൻ അവിടെ ഉണ്ട്. ജിവാന് കൊടുക്കാം. ഓക്കെ എന്തായാലും 6 സൈഡ് ആളി കൊണ്ടുവന്നിട്ടുണ്ട്. കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടാ എവിടേക്കാ പന്ത് പോണ് എൻ്റെ പൊന്നെ. വീണ്ടും ഒരു ത്രോയിനാണ് നമ്മുടെ ത്രോയിനാണ് കേട്ടോ. ഇത് കോർണർ ഫുള്ള് അറ്റത്തേക്കാലോ പോണ് കേൾ ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ ഡെക്കോ ആൻഡ് ഇറ്റ്സ് പെലേട്ടാ ലാഗ് ഉണ്ട് ചെറുതായിട്ട് പിടുത്താൻ വരുന്നുണ്ട്. ക്രോസ് ടു വിയേറ അഗെയിൻ മിസ്സാണല്ലോടാ. എഡ്രിയാനോ എടാ എടുക്ക്. ഓക്കെ തൂറെടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഡെക്കോ. ഡെക്കോ ടു പെലെ. പെലെ ടു ഓക്കെ ബെയിലാണ് അടിപ്പിച്ച് നോക്കാം. ബെയിൽ എടാ വീണ്ടും ബ്ലോക്ക് ഇടാൻ വേണ്ടി അടുത്ത്. നെഡ്വേഡ് എടുക്ക്. ടേൺ എടുത്ത നെഡ്വേഡ്. ഓക്കെ നെഡ്വേഡാണ് ക്രോസ് ഇടാം. ഓക്കെ ബെയിൽ എടാ ഷെവ അടിപ്പിച്ച് നോക്കാം. ഷെവ ഓക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. തട്ടിമുട്ടി എങ്ങനെയോ കാലിലെത്തി ഗോൾ അടിച്ചു. ഭാഗ്യമുണ്ട്. സോ ഇറ്റ്സ് 1-1. ബുസ്കറ്റ്സ് ആണ് അവൻ്റെ. ബുസ്കറ്റ്സ് ആൻഡ് ഇറ്റ്സ് നെസ്റ്റ ടു റോബ്സൺ ആണ്. റോബ്സൺ ഡ്രിബിളിംഗ് ആണല്ലോ മൊത്തം. ഇടുക്ക് ജിവാനെ. ഓക്കെ നമ്മുടെ തന്നെയാണ് ജിവാൻ. നൈസ് ടേക്ക്. ഓക്കെ പാസ് ടു ഷെവ. എടാ ഇടുക്ക് എടാ മിസ് പാസ്സായി. ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ. ഡ്രിബിളിംഗ് ഉണ്ടാവും എൻ്റെ അളിയ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് വാങ്കോസ്. എഗെയിൻ ഓൻ്റെ കളിക്ക് തന്നെ വന്നു പോയത്. റോബ്സൺ എന്തോ ഡ്രിബിൾ ചെയ്ത് കളിക്കണ്ടല്ലോ. ഗോൾ അടിക്കണ്ടേ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് ബെയിൽ. ഓക്കെ ത്രൂ ബോൾ ടു പെലെ ടു ഷെവ. ഓക്കെ ടേൺ എടുക്കാം. ഓക്കെ നൈസ് ടേക്ക് ഷെവ. ഓക്കെ ത്രൂ വയ്ക്കാം. ബെയിൽ എടാ ഷെവനോട് പോയിടിച്ചാൽ മതിയായിരുന്നു. ക്ലിയർ ഈ സലിബേ എടാ തമാശ കളിക്കല്ലേ. അളിയ ജോർജ് വെസ്റ്റ് ആണ്. ക്ലിയർ. ഓക്കെ ഭാഗ്യം. പെലെ ഹെഡ് ചെയ്തേ. ആൻഡ് ബെയിൽ പാസ് കൊടുക്കാം. ഷെവ ആൻഡ് ഇറ്റ്സ് പെലെ ടു ബെയിൽ. പാസ് ടു നെഡ്വേഡ്. ത്രൂ ബോൾ ടു ബെയിൽ. എടാ റീച്ചിന്ന് പോയടാ ബെയിലിൻ്റെ. അഗെയിൻ ബെസ്റ്റ് ആണ്. നൈസ് ടാക്കിൾ ഫ്രം മാൾഡീനി. പാസ് ടു ഷെവ. പാസ് ടു ബെയിലിന് എത്തിയില്ലടാ. ഓക്കെ അഗെയിൻ മാൾഡീനി ലോഫ്റ്റ് കളിക്കാം. ബെയിൽ അഗെയിൻ എടാ ഗൈസ്. അപ്പം അങ്ങനെ 1-1 ആണ് കേട്ടോ സ്കോർ. എന്ത് ചെയ്യാനാണ് കളി ജയിക്കണല്ലടാ പുല്ല്. സോ 1-1 ആണ്. ഒന്നും പറയല്ല. നല്ല മൂഞ്ചി കളിയായിരുന്നു. സോ 11 ഷോട്ടിക്ക് നമ്മൾ വന്നുട്ടോ. പക്ഷെ അവിടെ നിന്ന് ഓന് സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ട് എടുക്കാൻ സമ്മതിച്ചുള്ളൂ. 11 ഷോട്ട് അടിച്ചു. 7 ടാർഗറ്റ് ഉണ്ട്. കുഴപ്പമില്ല. തിരിച്ചൊരു വരവ് വന്ന്. ബട്ട് കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ. അതൊക്കെ ഷോട്ടാണ് ഇതിലേക്ക് വന്ന് ഷോട്ടിൽ വന്നിട്ടുണ്ടാവും. സോ ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കളി. റേറ്റിംഗ് ഒക്കെ മെസ്സി അവൻ്റെ ചെക്കാണ്. നമ്മുടെ ബഫ് എന്തായാലും ഉണ്ടാവും അപ്പുറത്ത്. സോ അവൻ്റെ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സോ നമ്മുടെ നോക്കുകയാണെങ്കിൽ ബഫണാണ് മെയിൻ. നമ്മുടെ ഷെബ സെലിബ ബാക്കാണ് പിന്നെ ഉള്ളത്. മൊത്തത്തിൽ അറ്റാക്കിംഗ് വൈസ് കോൺട്രിബ്യൂഷൻ അധികം വന്നില്ല. ഇതിൽ ഹൈലൈറ്റ്സ് കാണിച്ചു തരാം. ഇത് ഫസ്റ്റത്തെ ഗോള് മെസ്സിയുടെ ഗോള്. ഇത് നമ്മുടെ ബഫൺ ആദ്യം തട്ടി തുറന്നറോ പണ്ട് ഒക്കിട്ടില്ല സേവ് ഇട്ടാ. പിന്നെ റീബൗണ്ട് എന്താണ് ബഫ നന്നായി ട്രൈ ചെയ്തിട്ടോ. സേവ് നന്നായി ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല കിടിലൻ സേവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമിനാ നല്ലൊരു സേവ് ആയിരുന്നത്. റീബൗണ്ട് അത്ര ക്ലോസ് റേഞ്ചിൽ നിന്ന് സേവ് വെച്ചാൽ അത്ര ഇത് വേണം.
ഇത് പിന്നെ കോർണർ സെലിബയുടെ ഹെഡ് ഗോൾ സേവ് ചെയ്തു, അവൻ്റെ ചെക്ക് സേവ് ചെയ്തു, അത് കിട്ടില്ല സേവ് ചെയ്യും. അത് കയറണ്ടായിരുന്നു ഉള്ളിൽ, പക്ഷെ അവിടെ കുറച്ച് പ്ലെയർ ഉണ്ടായിരുന്നു. ഇത് സുവാരസിൻ്റെ ഷോട്ട്. ഓ ഇതും നമ്മുടെ ചെക്കൻ്റെ സേവ് ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫിൽ അടി വന്നത് ആകെ പറഞ്ഞതാ. അതാണ് കിട്ടില്ല സേവ് കിട്ടും നമ്മുടെ ബഫൺ ഉണ്ടാ, പേടിക്കാല്ലേ ഇപ്പോൾ, മുന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇത് ബെയിലിൻ്റെ ഷോട്ട്. ഓ ഇത് നല്ല ലിങ്കപ്പ് ചെയ്ത് പോയതായിരുന്നു. അത് സ്റ്റണ്ണിങ് ആണ്, ഒന്നുകൂടി കയറാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നോർമൽ അടിക്കാനേ ടൈം കിട്ടിയില്ല. അവിടെ പന്ത് എത്തും തന്നെ വിചാരിച്ചില്ലായിരിക്കും. ഇത് ബാങ്കോസ്റ്റിന് വലിച്ചടിച്ചല്ലേ, ഇത് ബ്ലോക്ക് വന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അതെ ബ്ലോക്ക് വന്നത് തന്നെ, അതെ തന്നെ. ഇതായിരുന്നു ഗോള്. ഞാൻ അവിടെ നിന്ന് ടേൺ എടുത്ത് ബെയിലിനെ ക്രോസ് ഇട്ടത്. അത് നേരെ ഷെവയ്ക്ക് കാല് വറച്ച് കിട്ടിയത് ഭാഗ്യട്ടോ, അല്ലെ പണി പാളിയായിരുന്നു. എന്തോ ഭാഗ്യമുണ്ട്. വേറെ ഇനി ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ. അപ്പോൾ ഐസ് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല കളി. അയച്ചാ കഴിഞ്ഞ വിളിച്ച് വെക്കുമ്പോൾ ഉപദേശം കിട്ടിയില്ല, അതുകൊണ്ട് ഭാഗ്യം. ഈ കളി ഡ്രോയാണ്, ജയത്തിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും IEG റവല്യൂഷൻ കപ്പിൻ്റെ ഫസ്റ്റ് ലെഗാണ് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ മാച്ച്, ടീമിൻ്റെ മാച്ച് ഞാൻ കയറുമ്പോൾ 2 മാച്ചായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. 2 മിന്ന കിട്ടിയത് അവർക്ക്, അത് നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ഫണ്ടേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ കളി എന്തായാലും ഡ്രോ ആയിട്ട് തോച്ചിട്ടില്ല വായത്തിന്. എന്തായാലും റൗണ്ട് ഓഫ് 31 കളിച്ച് കയറണം. അല്ല 32, സോറി, റൗണ്ട് ഓഫ് 31 ആണ് പറഞ്ഞായിരുന്നു. എന്തായാലും ആവട്ടെ. സോ എന്തായാലും കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്, ഹാപ്പി. എന്തായാലും ജയിക്കാൻ പറ്റിയല്ലോ ഭാഗ്യത്തിന്. അല്ല ജയിക്കല്ല, കളി ഡ്രോ ആയിട്ട്. ഞാൻ എന്തൊക്കെ കിളി വിട്ട് വിളിച്ച് പറയുന്നുണ്ട്, ടിക്കറ്റ് മനസ്സിലാവില്ല. സോ കളി ഡ്രോ ആയിട്ട് ടീം എന്തായാലും മുന്നെടുക്കും പ്രതീക്ഷിക്കുക. അപ്പോൾ എന്തായാലും സെക്കൻഡ് ലെഗ് എന്തായാലും ഉണ്ടാവും ഇവരുടെ ടീമായിട്ട് തന്നെ. ഞാൻ കളിക്കുകയാണെങ്കിൽ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും. തോറ്റാനും ജയിച്ചാലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ അറിയാലോ. സോ നോക്കി നോക്കാം, കളി നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാണ്ട് കേട്ടോ. ഇനി ഇമ്പ്രൂവ് ആക്കാണ്ട് നല്ല രീതിയിൽ വരും ദിവസങ്ങളിൽ ലൈവൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കി എടുക്കണതായിരിക്കും, ഉറപ്പാണ്. നമ്മൾ എന്തായാലും തിരിച്ചു വന്നിരിക്കും, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.